Okay, in the fourth classification, we classify knowledge into three: facts, rules and heuristics. ഇനി ചില ബുക്കുകൾ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് നോളജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷനെ കാണാം. അതിൻ്റെ അർത്ഥം എന്താ? പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന ബുക്കുകൾ നമുക്ക് കിട്ടും. അതിൽ നാലാമത്തെ ചില ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് നോളജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഓർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു ഫാക്ട്സ്, റൂൾസ് ആൻഡ് ഹ്യൂറിസ്റ്റിക്സ്. ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഫാക്ട്സ്? Facts represents set of raw observation, alphabet, symbols and statements. എന്താണ് ഫാക്ട്? ഫാക്ട് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഒരു ട്രൂത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഫാക്ട്സ് റെപ്രസെൻറ്റ് സെറ്റ് ഓഫ് റോ ഒബ്സർവേഷൻ. നമ്മൾ കാണുന്ന ഒബ്സർവേഷൻസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുമ്പോൾ ഫാക്റ്റായി. അതിനകത്ത് ആൽഫബറ്റ്സും സിമ്പിൾസും എല്ലാം ചേർത്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. അതൊരു സത്യമല്ലേ? എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നു, അതൊരു ഫാക്റ്റാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഫാക്റ്റ് എന്ന് വിളിക്കാം, ഒരു നോളജാണ്. എവ്രി കാർ ഹാസ് എ ബാറ്ററി, അതൊരു ഫാക്റ്റാണ്. ഇനി രണ്ടാമത്തത് റൂൾസ് ആണ്. റൂൾസ് എൻകോമ്പസ് കണ്ടീഷൻസ് ആൻഡ് ആക്ഷൻസ് വിച്ച് ആർ നോൺ ആസ് ആൻറ്റിസിഡൻസ് ആൻഡ് കോൺസിക്വൻസ്. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇഫ് ദെൻ എന്നുള്ള ഫോമിലായിരിക്കും റൂൾസ് എഴുതുന്നത്. ഒരു പ്രത്യേകതരം സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ആൻറ്റിസിഡൻറ്റ് പാർട്ട് കാണും. കണ്ടീഷണൽ പാർട്ടിനെയാണ് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻ ആക്ഷൻ രൂപത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ റൂൾ എന്ന് പറയും. അപ്പോൾ റൂൾസ് ഹാവ് ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആൻഡ് കൺക്ലൂഷൻസ് ഓർ കോൺസിക്വൻസസ്. എക്സാമ്പിൾസ് നോക്കിക്കേ. ഇഫ് ദർ ഈസ് ഡേ ലൈറ്റ് ദെൻ സൺ ഈസ് ഇൻ ദ സ്കൈ. ഡേ ലൈറ്റ് ഉണ്ടെങ്കിൽ സണ്ണ് സ്കൈയിലുണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇഫ് ദെൻ ആണ്. ഇഫ് കാർ ഡസ് നോട്ട് സ്റ്റാർട്ട് ദെൻ ചെക്ക് ദ ബാറ്ററി ആൻഡ് ഫ്യൂവൽ. ഉണ്ടോ? ഇഫ് ദ കാർ ഡസ് നോട്ട് സ്റ്റാർട്ട് ദെൻ ചെക്ക് ബാറ്ററി ആൻഡ് ഫ്യൂവൽ. ഇങ്ങനെ എഴുതപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് റൂൾസ് എന്ന് പറയുന്നത്. ഇതും നോളജാണ്. ഇനി റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടേം ഈ റൂളിൻ്റെ ഇടയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് പറയാം. പല എക്സ്പേർട്ട് സിസ്റ്റംസ് നമ്മൾ നിർമ്മിക്കുമ്പോഴും അതിൻ്റെ നോളജ് ബേസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ നോളജ് ബേസിൽ റൂൾസിൻ്റെ രൂപത്തിലായിരിക്കും നോളജിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം നോളജ് സ്റ്റോർ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോളജ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് കംപ്ലീറ്റ് നോളജും ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നു എങ്കിൽ ആ എക്സ്പേർട്ട് സിസ്റ്റത്തിനെ ഒരു വിശേഷണം നൽകിക്കൊണ്ട് നമുക്ക് വിളിക്കാം റൂൾ ബേസ്ഡ് സിസ്റ്റംസ് എന്നോ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റംസ് എന്നോ വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റംസ് ആക്ച്വലി എന്താ? ദേ ആർ നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം. അതിൻ്റെ പ്രത്യേകത എന്താ? ദ സ്പെഷ്യാലിറ്റി ഈസ് ഇറ്റ്സ് നോളജ് ബേസ് ഈസ് സ്റ്റോറിങ് നോളജ് using if-then statements or rules. To deal with uncertainty, the rules incorporate uncertainty factor. കോംപ്ലക്സ് ആയിട്ടുള്ള റൂൾ ബേസ്ഡ് സിസ്റ്റത്തിലെ ചില റൂൾസ് പരിശോധിക്കുമ്പോൾ പലപ്പോഴും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ അൺസർട്ടനിറ്റി ഫാക്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് റൂൾസും കാണാൻ കഴിയും എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി മൂന്നാമത്തത്, ഇപ്പോൾ ഫാക്റ്റ് കണ്ടു, റൂൾസ് കണ്ടു, ഹ്യൂറിസ്റ്റിക്സ് ആണ് തേർഡ് ക്ലാസിഫിക്കേഷൻ. ഹ്യൂറിസ്റ്റിക്സ് ആർ ദ വേ ടു റെപ്രസെൻറ്റ് പ്രോബ്ലം സോൾവിങ് എക്സ്പീരിയൻസ് വിത്ത് ദ നോളജ് ബേസ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലം സോൾവിങ് എക്സ്പീരിയൻസ് ആണ്. മനുഷ്യൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന അറിവിനെയാണ്, എക്സ്പീരിയൻസ് നോളജിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്നത് ഹ്യൂറിസ്റ്റിക് എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ചെയ്യുമ്പോൾ അവന് സ്വായത്തമായി വരുന്ന എക്സ്പീരിയൻസ് നോളജാണ്, അവൻ്റെ ബ്രെയിനിൽ ഉണ്ടാകുന്ന നോളജാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വേ ടു റെപ്രസെൻറ്റ് പ്രോബ്ലം സോൾവിങ് എക്സ്പീരിയൻസ് വിത്തിൻ ദ നോളജ് ബേസ്. നോളജ് ബേസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫാക്ട്സ് കാണാം, ചില സമയത്ത് റൂൾസും കൂടെ കാണാം, ചില സമയത്ത് ഹ്യൂറിസ്റ്റിക് നോളജും കാണാം. ഇത് മൂന്നും സ്റ്റോർ ചെയ്യുന്ന നോളജ് ബേസ് ഉണ്ട്. ഒരു ഫോമിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്നാൽ ചിലതിനകത്ത് ഒരു പർട്ടിക്കുലർ ഫോമിൽ ആവണമെന്നില്ല നോളജ്. പലതരം നോളജ് ഉള്ളപ്പോൾ ഫാക്റ്റും റൂൾസും ഹ്യൂറിസ്റ്റിക് നോളജും ഉണ്ട്.
അതിൽ ഹ്യൂറിസ്റ്റിക് നോളജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോബ്ലം സോൾവിങ് എക്സ്പീരിയൻസ് നോളജ് ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ നോളജ് ബേസിൽ ഉണ്ട് എന്നാണ് അറിയേണ്ടുന്നത്. അതെന്താണ് ബേസിക്കലി ഹ്യൂറിസ്റ്റിക്സ്? ദേ ആർ സൊല്യൂഷൻസ് ദാറ്റ് ആൻ എക്സ്പേർട്ട് എംപ്ലോയിഡ് ഇൻ സിമിലർ സിറ്റുവേഷൻസ്. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരം അയാൾ ഉപയോഗിച്ച അറിവുകളെയാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം സോൾവിങ് എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി ഹ്യൂറിസ്റ്റിക് നോളജ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നോളജുകളാണ് heuristic knowledge. Since heuristics are not developed from the standard formula or process, they do not give guarantee of success. ഒരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്തു, ഈ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഫോമിൽ പോയെന്ന് പറഞ്ഞാൽ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ ഈ ഹ്യൂറിസ്റ്റിക് നോളജ് സാധ്യമല്ല. പക്ഷേ ഹ്യൂറിസ്റ്റിക് നോളജ് ഉണ്ടെങ്കിൽ പലപ്പോഴും സൊല്യൂഷൻ കണ്ടെത്താൻ എളുപ്പമാണ് എക്സ്പീരിയൻസ് കൊണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ചില പ്രോഗ്രാംസ് 15 പ്രോഗ്രാംസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു പ്രോബ്ലം തരും, ഇതുവരെ ചെയ്തിട്ടില്ല ലാബിൽ. പക്ഷേ ചില കുട്ടികൾക്ക് ഔട്ട്പുട്ട് കിട്ടും. എങ്ങനെ? അവർ ഈ 15 പ്രോബ്ലംസ് സക്സസ്ഫുൾ ആയിട്ട് ലാബിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഈ പുതിയ പ്രോബ്ലത്തെ അവർ സമീപിച്ച് ഒരു സൊല്യൂഷൻ എത്തി പ്രോബ്ലം നിങ്ങൾക്ക് പ്രോഗ്രാമായിട്ട് എഴുതി ഔട്ട്പുട്ട് കിട്ടി കാണിക്കും. അത് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് ഹ്യൂറിസ്റ്റിക് നോളജ്. അത് മനുഷ്യൻ്റെ ബ്രെയിനിലുണ്ട്. അതുപോലുള്ള നോളജ് എക്സ്പേർട്ട് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്താലേ ഇൻ്റലിജൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ നോക്കും. അപ്പോൾ പലപ്പോഴും അത് സക്സസ് ആകണമെന്നില്ല. ഇത്രയും അറിവുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് 15 പ്രോബ്ലം പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് അയാൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനൊന്നും ഗ്യാരണ്ടി പറയാൻ ഒക്കത്തില്ല. പക്ഷേ ദർ ഈസ് എ ഗ്രേറ്റ് ചാൻസ് ദാറ്റ് വിത്ത് ഹ്യൂറിസ്റ്റിക് നോളജ് യു ക്യാൻ റീച്ച് കൺക്ലൂഷൻ. Rules and facts are easy to acquire and document, but heuristic knowledge is difficult. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നോളജ് ബേസിനകത്ത് റൂൾസും ഫാക്ട്സും എളുപ്പം നമുക്ക് കോഡിഫൈ ചെയ്ത് മാറ്റി സ്റ്റോർ ചെയ്യാം. എന്നാൽ ഹ്യൂറിസ്റ്റിക് നോളജിനെ അത് എക്സ്ട്രാക്ട് ചെയ്ത് കോഡിഫൈ ചെയ്ത് അത് നോളജ് ബേസിനകത്ത് സ്റ്റോർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് നോളജ് എഞ്ചിനീയർ ഫേസ് ചെയ്യുന്നത് ടു കോഡിഫൈ ഹ്യൂറിസ്റ്റിക് നോളജ് ആൻഡ് സ്റ്റോർ ഇൻ ദി നോളജ് ബേസ് എന്നുള്ളതാണ്. ഹ്യൂറിസ്റ്റിക്സ് ആർ ജനറലി സ്റ്റോർഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എക്സ്പേർട്സ്. കാരണം എന്താ? മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ബ്രെയിനും ആവാം, സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡുകളിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ടാസിറ്റ് നോളജ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അളന്നെടുക്കാൻ ഒക്കത്തില്ല, എത്രമാത്രം ആണ് അറിവെന്ന് പറയാൻ ഒക്കത്തില്ല. അതാണ് ടാസിറ്റ് നോളജ് എന്ന് പറയുന്നത്. അപ്പം ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബ്രെയിനിലോ മൈൻഡിലോ ആയിട്ട് എക്സ്പീരിയൻസ് കൊണ്ട് അടിഞ്ഞിരിക്കുന്നത്. അത് ഫലപ്രാപ്തമായിട്ടൊരു എക്സ്പെർട്ടിനെ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ പോലും പ്രയാസമാണ്. അപ്പോൾ നമ്മളൊരു നോളജ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെർട്ടുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കുറച്ച് ഹ്യൂറിസ്റ്റിക് നോളജ് കളക്ട് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞാൽ ആ എക്സ്പെർട്ടിന് അയാളുടെ എക്സ്പീരിയൻസ് അതേപടി അയാൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പോലും പ്രയാസമാണ്. ഹെൻസ് ഹ്യൂറിസ്റ്റിക്സ് ആർ ഡിഫിക്കൾട്ട് ടു ക്യാരക്ടറൈസ്, ഫോർമുലേറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വെക്കുന്നത് ഹ്യൂറിസ്റ്റിക് നോളജ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്യാരക്ടറൈസ്. ഡിഫിക്കൾട്ട് ടു ക്യാരക്ടറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് അത് വിശദീകരിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ, അത് ഫോർമുലേറ്റ് ചെയ്ത് മാറ്റാൻ, അത് കോഡിഫൈ ചെയ്ത് മാറ്റാൻ, ഡോക്യുമെൻ്റ് ചെയ്ത് മാറ്റാൻ പ്രയാസമുള്ള ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അറിവിനെയാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ്. ഇഫ് ദർ ഈസ് ടോട്ടൽ എക്ലിപ്സ് ഓഫ് ദ സൺ, ദർ ഈസ് നോ ഡേ ലൈറ്റ് ഈവൻ ദോ ദ സൺ ഈസ് ഇൻ ദ സ്കൈ. കണ്ടോ? ഇഫ് ദർ ഈസ് ടോട്ടൽ എക്ലിപ്സ് ഓഫ് ദ സൺ, സണ്ണിൻ്റെ ടോട്ടൽ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ അതിനെ കവർ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് നോ ഡേ ലൈറ്റ് ഈവൻ ദോ സൺ ഇൻ ദ സ്കൈ. അപ്പോൾ സൺ അവിടെ ഉണ്ട്, സൺ ഇല്ലെങ്കിൽ ഡേ ലൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സൺ ഉണ്ടെങ്കിലും എക്ലിപ്സ് വന്നാൽ എന്താ, ഇരുട്ടായി പോകും. അതൊരു അറിവാണ് നമുക്ക്. നമ്മൾ നോക്കുമ്പോഴത്തേന് ഇപ്പോൾ ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ സൂര്യനൊന്നും ഇല്ല, ഇപ്പം ആകാശത്ത് സൂര്യൻ ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. സൂര്യൻ മറയ്ക്കപ്പെട്ടത് കൊണ്ടാണ് ഉള്ളത്. അങ്ങനെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള നോളജാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞത്. If it is a rainy season and a car was driven through water, your silencer would have water in it, so it may not start. കണ്ടോ? അപ്പോൾ റെയിനി സീസണാണ്, വെള്ളത്തിൽ കൂടാണ് കാർ കൊണ്ടുപോയതെങ്കിൽ നിങ്ങളുടെ സൈലൻസറിന് അതിനകത്ത് വെള്ളം കയറി കാണും, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഇങ്ങനെയൊക്കെയുള്ള കോമൺ സെൻസ് അറിവാണ്. അല്ലാതെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയി കാർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ കുറച്ച്
ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അറിവാണ് ഈ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് നോളജ്.